my hunger. Yeah, no links. കേരള ഹൗസിൽ ഇവിടെ മോട്ടറച്ചിയാണ് വളരെ വർഷങ്ങളായി ഇവിടെ ബീഫ് ഇവിടെ നമ്മൾ ലഭ്യമായത്. മലയാളികൾ മാത്രമല്ല ഉത്തരേന്ത്യക്കാരായിട്ടുള്ളവർ ഞങ്ങൾ എം പിമാരടക്കമുള്ളവരും പലപ്പോഴും ഇവിടെ വന്ന് കേരള ഹൗസിലെ റെസ്റ്റോറൻറ്റിൽ ക്യാൻറ്റീനിൽ മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ വന്ന് ഒരു നാടൻ ഭക്ഷണം നമ്മളവിടെ നിന്ന് കഴിക്കാറുള്ളത് തന്നെയാണ്. ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് അനിഷ്ടകരവും നിർഭാഗ്യകരമെന്നും അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാവുന്നതൊന്നുമല്ല. അത് വളരെ ദുരുദ്ദേശപ്രയോഗവും വളരെ ഞാൻ ഇപ്പോഴുള്ളവർ മനസ്സിലാക്കും. ഇവിടെ നമ്മളെന്ത് കഴിക്കണമെന്ന് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ കഴിക്കാൻ പാടില്ല, നമ്മൾ എങ്ങനെ ആരാധന നടത്തണം എങ്ങനെ ആരാധന നടത്താൻ പാടില്ല, ഇതെല്ലാം നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. ഇതിലെല്ലാം ഇങ്ങനെ വേറെ പലരും കൈകടത്തുക എന്ന് പറയുന്നത് അതെല്ലാം വളരെ മോശപ്പെട്ട പ്രവണതയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില പ്രവണതകളുടെ ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കേരള സർക്കാരിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഇത് കേരളീയരുടെ ഒരു പൊതുകേന്ദ്രമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും തന്നെ അഭിമാന കേന്ദ്രം, ഇതൊരു സാംസ്കാരിക കേന്ദ്രം മാത്രമല്ല. ഇവിടെ ഓണാഘോഷം പോലുള്ള പരിപാടികളിലെല്ലാം മലയാളികൾ ഉൾപ്പെടെ ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെ ഇവിടെ വരാറുള്ളതാണ്. കേരളീയ ഭക്ഷണം ആസ്വദിക്കാറുള്ളതെല്ലാമാണ്. ഇവിടെ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഡൽഹി പോലീസ് ഇതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാതെ ഇവിടെ ചാടിക്കയറി വന്ന് ഇത്തരം കാര്യങ്ങൾ സീനുണ്ടാക്കുക എന്നതും അതുപോലെ തന്നെ ഏതെങ്കിലും 2-3 വ്യക്തികൾ ഇത്തരത്തിൽ ചില പരാതികൾ നൽകിയാൽ ആ പരാതിയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട റെസിഡന്റ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ പരിഹാരം തേടുകയും ചെയ്യുന്നതിന് പകരം ഇത് ഡൽഹിയിലെ കേരള ഹൗസിൽ ഇത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ നടത്തുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മളാരും കഴിക്കരുത് എന്നുള്ള നിലയിലേക്ക് നടത്തുന്നതിൻ്റെ ഭാഗമാണ്. കേരള ഹൗസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ റെസിഡന്റ് കമ്മീഷണറുടെ കാര്യാലയമടക്കം സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം നമ്മുടെ എംബസി പോലെയാണ്. ഇതൊരു രാജ്യത്തിൻ്റെ എംബസി മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഇതിൻ്റെ പേരിലാണ് ഈ പോത്തിറച്ചി നിരോധിച്ചത് എങ്കിൽ ആ നിരോധനം തന്നെ ഇവിടെ ബന്ധപ്പെട്ട അധികൃതർ അത് പിൻവലിക്കണം. നാളെ മറ്റാരെങ്കിലും വന്നിട്ട് ഇനി മത്സ്യം ഈ ദശാവതാരത്തിൽ ആദ്യമുള്ളതാണ് അതുകൊണ്ട് മത്സ്യം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നാളെ ഇനി മത്സ്യം കൂടി നിരോധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വെളുത്തുള്ളി ഇഷ്ടമല്ല അതുകൊണ്ട് വെളുത്തുള്ളി ഇവിടെ ആരും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഉള്ളി പ്യാജാരം കഴിക്കരുത് എനിക്ക് ഈ ഉള്ളി ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഉള്ളി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഭക്ഷണ സംസ്കാരം അത് രാഷ്ട്രീയമായ ദുഷ്ടലാഭോടുകൂടി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ കുൽസിത ശ്രമങ്ങളെയും ശക്തിയായി ഞാൻ അപലപിക്കുകയാണ്, എതിർക്കുകയാണ്. ഇവിടുത്തെ ഈ ക്യാൻറ്റീൻ, ഇവിടുത്തെ സ്റ്റാഫ് ക്യാൻറ്റീൻ എന്നറിയപ്പെടുന്ന നമ്മളെല്ലാവരും ഇടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാറുള്ള ആ ക്യാൻറ്റീൻ അവിടെ ഇതിൻ്റെ പേരിലാണ് ഇന്നലെ പോലീസ് എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഈ പോത്തിറച്ചി വ്യാപാരം നടത്തുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. RSSന്റെ എല്ലാം തലപ്പത്തുള്ള നേതാക്കന്മാരും BJPയുമായി നല്ല ബന്ധമുള്ളവരും കഴിഞ്ഞ വർഷം 33,000 കോടി രൂപയുടെ പോത്തിറച്ചിയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച് നന്നായി ലാഭം കൊയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പോത്തിറച്ചി വ്യാപാരത്തിൽ ഏതാണ്ടൊരു 18-20% വർധനമുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ബീഫ് ഇറച്ചി ഈ പോത്തിറച്ചി അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അത് കയറ്റുമതി ചെയ്തവർക്ക് കാശുണ്ടാക്കാം, അവർക്ക് ലാഭമുണ്ടാക്കാം. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ ജന്യമായിട്ടുള്ള ഒരു വസ്തു അത് സാധാരണക്കാരും പാവപ്പെട്ടവരും അടക്കം കഴിക്കരുത്. പരിപ്പ്, ഉഴുന്ന്, കടല അല്ലേ പയറുവർഗ്ഗങ്ങൾ എല്ലാം 240 രൂപയ്ക്ക് അപ്പുറമായി. കേരളത്തിൽ പലയിടത്തും കടകളിലും റെസ്റ്റോറൻറ്റുകളിലും ചായക്കടകളിലും ദോശയില്ല, ഇഡലിയില്ല, ഉള്ളത് ഉപ്പുമാവാണ്, അപ്പമാണ്, പുട്ടാണ്. ഇത് 3 വെച്ച് കൈകാര്യം ചെയ്തുകൊള്ളുക. വീടുകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഈ പൾസസ് പ്രോട്ടീൻ അത് ലഭ്യമായിട്ടുള്ള ഈ കടല, പരിപ്പ്, ഉഴുന്ന്, പയറ് അതെല്ലാം തന്നെ വീടുകളിൽ വാങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. മനുഷ്യന് മാംസം എന്നുള്ള നിലയിൽ അത് ചിലവ് കുറഞ്ഞത്, വളരെ വില കൂടിയതല്ലാത്തത്, മനുഷ്യന് കഴിക്കാൻ പറ്റുന്നത് ബീഫ് മാത്രമാണ്. ഇവിടെ എന്തായാലും പശു ഇറച്ചി വിളമ്പുന്നില്ല എന്ന് ബന്ധപ്പെട്ട അധികൃതരടക്കം ഇത്തരം കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ട്. ഇവിടെ നൽകുന്നത് പോത്തിറച്ചിയാണ്. ഇവിടെ പോത്ത് വ്യാപാരം നടത്താം, പോത്തിറച്ചി പലയിടത്തും അത് കച്ചവടം നടത്താം, പോത്തിറച്ചി നമുക്ക് അടുക്കളയിൽ വേവിക്കാം, പോത്തിറച്ചി അതിഥികൾക്ക് നൽകാം. അതിനൊന്നും കുഴപ്പമില്ല. നിയമം മൂലം അതുകൂടെ നിരോധിക്കപ്പെട്ടിട്ടില്ല. നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം
അത് തങ്ങളുടെ ബലപ്രയോഗത്താൽ നിരോധിക്കാനായി മറ്റാരെങ്കിലും ശ്രമിച്ചാൽ അതിനെ അങ്ങേയറ്റം അപലപിക്കണം. എല്ലാവരും അപലപിക്കേണ്ടതായ ഒരു കാര്യമാണ്. പ്രധാന പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇവിടെ ബീഫ് നിർത്തി, അത് നിർത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് അല്ലല്ല, അത് തിരികെ കൊണ്ടുവരണം. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇതെന്തായാലും ഇത് GADയുടെ കീഴിലാണ്, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നറിയാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഇത് സംബന്ധിച്ച് കത്തെഴുതുന്നുണ്ട്. ഞാനിപ്പോൾ മാത്രമാണ് ഡൽഹിയിലേക്ക് എത്തിയത് ഈ സംഭവം നടന്നതിന് ശേഷം. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ദയവായി മറ്റാരും വന്ന് ഇടപെടരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ബീഫ് എന്നുള്ളത് മാത്രമല്ല, എൻ്റെ അടുക്കളയിൽ എന്ത് പാചകം ചെയ്യണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വസ്തുവായിരിക്കോളം കാലം മറ്റൊരാൾ വന്ന് എൻ്റെ വായ പൊട്ടുകയോ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയോ എൻ്റെ കണ്ണിക്കലത്ത് കൈയിടുകയോ ചെയ്യേണ്ടതായ ഒരു കാര്യവുമില്ല. അത് തന്നെയാണ് കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന ഇടപെടലുകൾ ഞാൻ നടത്താം. എന്തായാലും അങ്ങനെ ഒരു ഭക്ഷണം അതിവിടെ മതിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മതിയാക്കിയാൽ ഞാനീ പറഞ്ഞതുപോലെ നാളെ ഈ മത്സ്യവിഭവങ്ങൾ ഇവിടെ മതിയാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും മതിയാക്കാൻ തയ്യാറാവൂ. ട്രൈപ്പോഡ്